ഏവർക്കും ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമുക്കിനി വരാനിരിക്കുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ഈ റീസെന്റ് ആയിട്ട് 2023 നടന്ന ഗാദി ബോർഡ് LDക്ക് ചോദിച്ചതുമായ സയൻസ് ചോദ്യങ്ങളെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫാക്റ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പെട്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുക്കണം. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് കണ്ടീഷൻ. ഓരോ ചോദ്യവും വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഈ സ്ലൈഡിൽ തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ പതുക്കെ ഇങ്ങ് മാറിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒന്നാമത്തെ ചോദ്യത്തെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്തെല്ലാം? വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ ലിസ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്ക് കുറെ അറിയാം അല്ലെ? അതിനകത്ത് അങ്ങനെയുള്ള രോഗങ്ങളിൽ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ക്ഷയമുണ്ട്. അതേപോലെ ചിക്കൻ പോക്സ് ഉണ്ട്. വസൂരി ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ ക്ഷയം, ചിക്കൻ പോക്സ് ഈ രണ്ട് രോഗങ്ങളും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ടൈഫോയിഡ്, എലിപ്പനി വായുവിലൂടെ പകരുന്ന രോഗം അല്ല. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ബി ആണ്. ഇങ്ങനെ ഒരു ചോദ്യം നോക്കിപ്പോയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമില്ല. പക്ഷേ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ PSC ചോദിക്കും. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് വേണം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വ്യക്തമായ വിശദീകരണം തരാം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ ലിസ്റ്റിൽ ഏതെല്ലാം രോഗങ്ങളുണ്ട്? ക്ഷയമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ആന്ത്രാക്സ് ഉണ്ട്, വസൂരി ഉണ്ട്. വസൂരി പറയുമ്പോൾ സ്മോൾ പോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. വസൂരി, സ്മോൾ പോക്സ്. ഒരു കാലഘട്ടത്തിൽ വസൂരി എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം മരിക്കും എന്നുള്ള ഒരു കാര്യം കൺഫേം ആണ്. അതേപോലെ ചിക്കൻ പോക്സ്, വസൂരി പറയുമ്പോൾ ആ ചിക്കൻ പോക്സ് കൂടെ അങ്ങ് പറഞ്ഞോണം. വസൂരിയുടെ ഒരു ചെറിയ ഫോമാണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇൻഫ്ലുവൻസ, വില്ലൻ ചുമ. ഇതിന്റെയൊക്കെ കോഡൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആന്ത്രാക്സ് എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്ന രോഗമാണ്. സാർസ് രോഗം അതും വായുവിലൂടെ പകരുന്ന രോഗമാണ്. ജലദോഷം വായുവിലൂടെ പകരുന്ന രോഗമാണ്. ജലദോഷം വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും ചെറിയ രോഗമാണ് ജലദോഷം. മുണ്ടിനീര്, ഡിഫ്തീരിയ ഇതെല്ലാം തന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, ഇൻഫ്ലുവൻസ, വില്ലൻ ചുമ, ആന്ത്രാക്സ്, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ വായുവിലൂടെ അല്ലാതെ പിന്നെ എങ്ങനെയാ വരിക? വായുവിലൂടെ അല്ലാതെ ആ കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. ഒന്ന് കോളറ പറയാം. പിന്നെ അതുപോലെ തന്നെ ടൈഫോയിഡ്, പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ടൈഫോയിഡ്. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതേപോലെ ഡയറിയ, അതിസാരം എന്ന് പറയും. ഡയറിയ അതിസാരം. അതേപോലെ വയറുകടി അങ്ങനെ വരുന്ന രോഗമാണ്. എലിപ്പനി, എലിഫന്റിയാസിസ് എന്ന് പറയും. എലിപ്പനി ഇതൊക്കെ അങ്ങനെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി നമുക്ക് പറയേണ്ടത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുഷ്ഠം സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ്. എബോള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ്. എന്നാൽ എയ്ഡ്സ് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം അല്ല. അത് ലൈംഗികമായ സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. എയ്ഡ്സ് എന്ന് പറയുന്നത് ലൈംഗികമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ്. അതേപോലെ എയ്ഡ്സ് മാത്രമല്ല സിഫിലിസ് അങ്ങനെ വരുന്ന രോഗമാണ്. അതുപോലെ തന്നെ ഗൊണേറിയ ഇതെല്ലാം തന്നെ എങ്ങനെ വരുന്നതാണ്? ലൈംഗിക സമ്പർക്കത്തിലൂടെ വരുന്ന രോഗങ്ങളാണ്. ഇത്രയും സാധനം എക്സ്പ്ലനേഷൻ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് കിട്ടി. എത്ര ചോദ്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത് എൻ്റെ പൊന്നു പിള്ളരെ! ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. ഇത്രയും ചോദ്യങ്ങൾ തന്നുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യത്തോട് വിട പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ് എന്നതാണ് നമ്മുടെ ഒരു ആകാംക്ഷ. എന്തായിരിക്കും രണ്ടാമത്തെ ചോദ്യം എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്.
ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? അപ്പോൾ നമുക്ക് 4 തരം പല്ലുകളാണ് ഉള്ളത്. ഒന്ന് ഉളിപ്പല്ലുണ്ട് അല്ലെ, പിന്നെ കൊമ്പല്ലുണ്ട്, ചർവണകമുണ്ട്, പ്രീമോളാറുണ്ട്, മോളാറുണ്ട്. അപ്പോൾ അഗ്രചർവണകമുണ്ട്, പ്രീമോളാർ, മോളാർ എന്ന് പറഞ്ഞ ചർവണകമുണ്ട്. ഓരോ പല്ലുകൾക്കും ഓരോ ഫങ്ഷൻസ് ഉണ്ട്, ഓരോ ധർമ്മമുണ്ട്. കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ലേത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം കൊമ്പല്ലാണ്. ഓക്കെ, അപ്പോ കടിച്ച് കീറുക കൊമ്പല്ല്, മുറിക്കുക ഉളിപ്പല്ല്, അരയ്ക്കുക ചർവണകവും അഗ്രചർവണകവും ചെയ്യും. അപ്പൊ എന്തായാലും അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് വരാം. അതായത് കൊമ്പല്ല് എന്ന് പറയുന്നത് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ്. 4 തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ പല്ലിനെ വിളിക്കുന്ന പേരാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ല് ഉളിപ്പല്ല് എന്ന് പറഞ്ഞാൽ ഇൻസിസർ എന്നാണ് പറയുക. ഇൻസിസർ എന്നാണ് പറയുക ഉളിപ്പല്ല്. 2 എന്ന് പറയുന്നത് കൊമ്പല്ല്. ഓക്കെ, കൊമ്പല്ല്, അതിനെ കനൈൻ എന്ന് പറയും, കനൈൻ. അതേപോലെ 3 പ്രീമോളാർ, അഗ്രചർവണകം, അഗ്രചർവണകം പ്രീമോളാർ. അടുത്തത് 4 ചർവണകം എന്ന് പറയും, ചർവണകം. നമ്മുടെ ഈ പല്ലുകളെയൊക്കെ നമ്മളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഉളിപ്പല്ല് 2 എണ്ണം. ഓക്കെ, നമ്മുടെ പല്ലിന്റെ മുകളിലത്തെ ഭാഗം ഇത്, താഴത്തെ ഭാഗം ഇത്. ഇതിനെ പകുതി വെച്ച് ഇങ്ങോട്ട് നമ്മൾ നോക്കിയാൽ ഇവിടെ 2 ഉളിപ്പല്ല്, ദാ നിങ്ങളുടെ ഉളിപ്പല്ല് 2 എണ്ണം, ദാ 2 നിങ്ങളുടെ കൊമ്പല്ല്, നിങ്ങളുടെ അഗ്രചർവണകം 2 എണ്ണം. അപ്പം 2, 1, 2, 3 ചർവണകം ഏറ്റവും പുറകില്. അപ്പൊ ഇവിടെ എത്രയായി പിള്ളേരെ? 8 പല്ലായി. ഇവിടെ 8, ഇവിടെ 8, ഇവിടെ 8. അങ്ങനെ 32 പല്ലുകൾ നമുക്കുണ്ട്. നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയാണെങ്കിൽ 32 പല്ലുകൾ നിങ്ങൾക്കുണ്ടാവും. ഈ 32 പല്ലുകളുടെ ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം 2, 1, 2, 3. ഇതാണ് നമ്മുടെ ദന്ത ക്രമീകരണത്തിന്റെ നമ്പർ. ഒരിക്കലും മറന്നു പോകരുത്. ഇനി നമ്മുടെ പല്ലുകളിൽ ഉളിപ്പല്ല് എന്ന് പറയുന്ന പല്ലിന്റെ ജോലി ആഹാരങ്ങൾ കടിച്ച് മുറിക്കാൻ സഹായിക്കും. എന്താണ്? കടിച്ച് മുറിക്കാൻ സഹായിക്കും. എന്നാൽ കൊമ്പല്ല് എന്തിനു സഹായിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കടിച്ച് കീറാൻ. അപ്പോ കീറാൻ, ഇത് മുറിക്കും, ഇത് കീറും. ഇനി ബാക്കിയുള്ള 2 എണ്ണം എന്ത്? ബാക്കിയുള്ള 2ഉം അരയ്ക്കും. ഓക്കെ, അപ്പോ ഉളിപ്പല്ല് മുറിക്കും, കൊമ്പല്ല് കീറും. എന്നാൽ അഗ്രചർവണകവും ചർവണകവും എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ പറയണം അരയ്ക്കും. ആഹാര പദാർത്ഥങ്ങളെ അരയ്ക്കുന്നവരാണ്. വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ കഴിഞ്ഞു എന്നാണ് കവി വിചാരിക്കുന്നത്. കവിയുടെ വിചാരം ശരിയാണോടെ? ശരിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ ഒരു ട്രെൻഡാണ് മക്കളെ എന്ന് വിളിക്കുക. അപ്പം മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോദ്യം ഇഷ്ടപ്പെട്ട 2 ചോദ്യങ്ങളും ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇതാണ് 3ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കണം, ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാന്ന് വെച്ചാൽ ഉത്തരം പറയണം ഭൂമികയാണ്. ഭൂമികയാണ് ശരിയായ ഉത്തരം. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് നിരാമയ, എന്താണ് മൃതസഞ്ജീവനി, ഇതൊക്കെ നമുക്ക് നോക്കാം. ഭൂമിക, ഭൂമിക മറന്നു പോകരുത്. ഭൂമിക എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭൂമിക എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നിരാമയ എന്ന് കേട്ടിട്ടുണ്ടോ? നിരാമയ എന്താണെന്ന് പറ. നിരാമയ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് അംഗപരിമിതർക്ക്, അംഗപരിമിതർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, അംഗപരിമിതർക്ക് എന്താ പറയുക, പ്രതിവർഷം 1 ലക്ഷം രൂപ ഓക്കെ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതിയാണ് നിരാമയ. അപ്പൊ സംസ്ഥാനത്തുള്ള അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വീതം എന്തു കൊടുക്കും? ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതിയാണ് നിരാമയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവ ദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി.
എന്താണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്? കേരള സർക്കാരിന്റെ എന്താണ് സമ്പൂർണ്ണ അവയവ ദാന പദ്ധതിയാണ്. ഇതിന്റെ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? നമ്മുടെ മോഹൻലാലാണ്. ഓക്കെ, അതേപോലെ ഇപ്പോ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണ് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുഹൃതം. ഈ സുഹൃതത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ ഇക്കയാണ്, മമ്മൂട്ടിയാണ്. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുഹൃതം. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയാണ്. ഓക്കെ, അപ്പൊ അതൊന്നും മറന്നു പോരുത്. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പദ്ധതികൾ പറയുമ്പോൾ ഈ ഒരു പദ്ധതിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരുണ്യ. അപ്പം കാരുണ്യം എന്താണെന്ന് ചോദിച്ചാൽ ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ ഇതെല്ലാം വന്ന് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവർക്ക് അവരെ എന്താ പറയുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കാരുണ്യം. ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ ഈ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ചികിത്സിക്കുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, മറന്നു പോകരുത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കമന്റ് ഇടാൻ പോകരുത്. എനിക്ക് എപ്പോഴും പണ്ടൊക്കെ എനിക്ക് ഒരു പരാതിയുണ്ട്. നിങ്ങളൊരു ക്ലാസ് കാണാൻ വന്നാൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് കൊള്ളത്തില്ല എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. നമ്മളിങ്ങനെ പുകഴ്ത്തി പറയുകയോ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ അത് നിങ്ങൾക്ക് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട്. 4ാമത്തെ ചോദ്യം കണ്ടോ? 4ാമത്തെ ചോദ്യം, സ്കർവി എന്ന് പറയുന്നത് ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സ്കർവി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ്. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്നറിയപ്പെടുന്ന, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന ആ രോഗം. ഈ രോഗത്തിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഇതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. സ്കർവി, വൈറ്റമിൻ സിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. PSC ചോദിക്കും കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം അത് വൈറ്റമിൻ സി ആണ്. എടാ, നാരങ്ങയില്ലേ, നമ്മുടെ നാരങ്ങ, നമ്മൾ പിഴിഞ്ഞു കുടിക്കുന്ന നാരങ്ങ, അതേപോലെ നമ്മുടെ ഓറഞ്ച് ഇല്ലേ, ഓറഞ്ച്, നമ്മുടെ മൊസംബി ഇല്ലേടാ, മൊസംബി, ഇതെല്ലാം സിട്രസ് ഫ്രൂട്ടുകൾ എന്നാണ് അറിയപ്പെടുക. ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി എന്ന് പറയണം. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്തെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. മൂത്രത്തിലൂടെ. ഇനി അതുപോലെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം വൈറ്റമിൻ സി ആണ്. ജലദോഷത്തിന്റെ മരുന്നായി ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം അത് വൈറ്റമിൻ സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി എന്ന് പറയണം. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ് എന്ന് പറയണം. മുറിവ് ഉണങ്ങാൻ കാലതാമസം ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടാണ് എന്ന് പഠിക്കണം. ഇതെല്ലാം PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ചോദിച്ചാലും വൈറ്റമിൻ സി എന്ന് ഉത്തരം പറയണം. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാലും വൈറ്റമിൻ സി എന്ന് നമ്മൾ കൃത്യമായി ഉത്തരം പറയണം. ഓക്കെ, അടുത്തത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: രക്തത്തിലെ ദ്രാവക ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ജീവന്റെ നദി എന്നാണ് രക്തം അറിയപ്പെടുന്നത്. ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്ന സാധനമാണ് രക്തം. ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 5 ലിറ്റർ രക്തമാണ് ഉണ്ടാവുക. ഒരു ശരാശരി കണക്കാണ്, മെയിലിലും ഫീമെയിലിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. എന്നൊരു ആവറേജ് കണക്കാണ് 5 ലിറ്റർ എന്ന് പറയുന്നത്. ഇനി പഠിക്കേണ്ടത് രക്തത്തിലെ ദ്രാവക ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിനകത്തെ കോശങ്ങളാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, ഇതെല്ലാം ഇതിനോടൊപ്പം 4ാമതൊരു സാധനമുണ്ട്, അവന്റെ പേരാണ് പ്ലാസ്മ. ഇതിനകത്തെ ദ്രാവക ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലാസ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് രക്തത്തിലെ പ്ലാസ്മയുടെ അളവ്. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്രയാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് 55%. ഓക്കെ, ഇനി പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് ചോദിച്ചാൽ ഉത്തരം പറയണം 90 മുതൽ 92%. ഇനി പ്ലാസ്മയിലെ പ്രോട്ടീൻ എത്രത്തോളം ഉണ്ട്, പ്ലാസ്മയിലെ പ്രോട്ടീൻ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം 7 മുതൽ 8% പ്രോട്ടീൻ ഉള്ളത്. പ്ലാസ്മയിലെ മറ്റു ഘടകങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 1 മുതൽ 2%. മറക്കരുത്. ഇനി രക്തത്തിലെ ആന്റിബോഡികളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇതെല്ലാം എവിടെ കാണപ്പെടും എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അതെല്ലാം പ്ലാസ്മയിൽ കാണപ്പെടും. എന്നാൽ ശ്രദ്ധിക്കണം, ഇവരെ അറിയപ്പെടുന്ന പേരാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ എന്നറിയപ്പെടും. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ഇവരെല്ലാം അറിയപ്പെടുന്നത് പ്ലാസ്മ പ്രോട്ടീനുകൾ എന്നാണ്. എന്നാൽ ആൽബുമിൻ എന്തിനു സഹായിക്കും? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും. ഗ്ലോബുലിൻ എന്തിനു സഹായിക്കും? ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കും. എന്നാൽ ഫൈബ്രിനോജനോ രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. ഇതെല്ലാം ഓർത്തു വെക്കണം. നല്ല ഗംഭീര ചോദ്യമാണ്, സൂപ്പർ ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചു വെക്കണം. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പ്ലാസ്മ എന്നാണ്. പ്ലാസ്മയെ കുറിച്ച് ഇത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി ഒരു കാര്യം നിങ്ങൾ പ്ലാസ്മയെ കുറിച്ച് അറിഞ്ഞു പോകരുത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 6ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് നമ്മൾ. 6ാമത്തെ ചോദ്യം കണ്ടോ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവിത്ര എന്ന് പറയുന്നതും ഹ്രസ്വ എന്ന് പറയുന്നതും പക്കയായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നെല്ലിനങ്ങളാണ്. ഈ അനാമികയും അർക്കയും എന്തല്ല, നെല്ലിനങ്ങളല്ല. പിന്നെ അവരാരാണ് എന്ന് നമ്മൾ പഠിക്കും. എന്തായാലും 2ഉം 4ഉം 2ഉം 1ഉം 3ഉം നെല്ലിനങ്ങളാണ്. നെല്ലിനങ്ങൾ അല്ലാത്തത് അനാമികയും അർക്കയുമാണ്. ഇനി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കണം. എക്സ്പ്ലനേഷനിൽ എന്തെല്ലാം ഞാൻ പറയുമോ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് പഠിച്ചു വെച്ചോണം. ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ പോകുന്നത് നെല്ലിന്റെ സങ്കര ഇനങ്ങളെ കുറിച്ചാണ്. നെല്ലിന്റെ ഏറ്റവും സങ്കര ഇനങ്ങളിൽ ഒന്നാണ് ഈ പറയണ പവിത്ര. അതേപോലെ വേറൊന്നാണ് ഹ്രസ്വ. ഓക്കെ, നെല്ലിന്റെ നല്ല ഇനങ്ങളാണ് ഹ്രസ്വയും അതേപോലെ തന്നെ പവിത്രയും, മറന്നു പോകരുത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്വർണപ്രഭ. ഓക്കെ, സ്വർണപ്രഭ. അതേപോലെ ജ്യോതി, നെല്ലിന്റെ നല്ല സൂപ്പർ ഇനമാണ് ജ്യോതി. ത്രിവേണി നല്ല നെല്ലിനമാണ്. അനശ്വര, എല്ലാ പെൺപിള്ളേരുടെയും പേരുണ്ട്, അനശ്വര. അതേപോലെ കരിഷ്മ. ഓക്കെ, കരിഷ്മ. അതേപോലെ നിള നദി, നിള. വൈശാഖ്, ഒരു പുരുഷനുണ്ട് കേട്ടോ, വൈശാഖ്. രമ്യേ നീയും ഒരു നെല്ലിനമാകുന്നു. ജൈവ നല്ല ഒരു നെല്ലിനമാണ്. അനശ്വര നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അനശ്വര പറഞ്ഞു. അതേപോലെ മനുപ്രിയ. അതേപോലെ ഭാരതി. അതേപോലെ കരുണ. അമൃത ഭദ്ര. അതേപോലെ ദീപ്തി നല്ലൊരു നെല്ലിനമാണ്. കാഞ്ചന നല്ലൊരു നെല്ലിനമാണ്. മകം പ്രത്യാശ. അതേപോലെ അന്നപൂർണ. അന്നം എന്ന് പറയുന്നത് തന്നെ നമ്മൾ സാധാരണ ചോറിനെ പറയുന്നത്. അന്നപൂർണ. രോഹിണി നെല്ലിനം. രമ്യ നെല്ലിനം. അനശ്വര നെല്ലിനം. ആണുങ്ങളിൽ ആരാ ഉള്ളത്? വൈശാഖുണ്ട്. പിന്നെ വൈശാഖിന്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ, വൈശാഖിന്റെ കൂട്ടുകാരനാണ് ശബരി ഉണ്ട്. പിന്നെ കനകം. ഭാരതി, കനകം, മകം. ആശ അല്ലെ, കുംഭം. ഓക്കെ, ഉമ, മകം, ആശ, കനകം, രോഹിണി, ശബരിയും വൈശാഖും, ദീപ്തി, കാഞ്ചന, അന്നപൂർണ, കരിഷ്മ, അനശ്വര, മനുപ്രിയ, ത്രിവേണി. ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും പേരും നല്ല ഉഗ്രൻ നെല്ലിനങ്ങളാണ്. പഠിച്ചു വെക്കണേ. അടുത്തത് നല്ല വെണ്ട ഇനങ്ങൾ. എപ്പോഴും എന്തിനാ PSC വെണ്ട ഇനം ചോദിക്കുന്നത്? വെണ്ട ഇനത്തിൽ എപ്പോഴും ചോദിക്കുന്നത് കിരണാണ് കേട്ടോ. കിരൺ നമ്മുടെ സുഹൃത്താണ്, നല്ല അധ്യാപകനാണ്, സൂപ്പറായിട്ടൊരു അധ്യാപകനാണ്, നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാവുന്ന
ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ പുലിയായിട്ടൊരു അധ്യാപകനാണ് കിരൺ സാറ്. അപ്പോൾ നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ സുഹൃത്താണ് കിരൺ സാറ്. കിരൺ, അർക്ക ഇതെല്ലാം നല്ല വെണ്ടയുടെ നല്ല സങ്കര ഇനങ്ങളാണ്. അതേപോലെ തന്നെ അനാമികയെ നീ ഒരു വെണ്ടയാകുന്നു. അനാമിക, പുസ ഒക്കെ അനാമിക നല്ല പേരുണ്ടാക്കുന്നവളാണ്. സൽകീർത്തി എന്ന് പറയുന്നതും വെണ്ട ഇനമാണ്. സൽകീർത്തി എന്ന് പറയുന്നത്. സുസ്ഥിര അത് നല്ലൊരു വെണ്ട ഇനമാണ്. അരുണ എന്ന് പറയുന്നതും വെണ്ട ഇനമാണ്. അഞ്ചിത. ഇനി നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ആനക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ആനക്കൊമ്പ് കണക്കല്ലേ ഈ വെണ്ട ഇരിക്കുന്നത്. അപ്പൊ ആനക്കൊമ്പൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? വെണ്ട തന്നെയാണ്. വെണ്ടയുടെ സങ്കര ഇനങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് തക്കാളിയും PSC എപ്പോഴും സങ്കര ഇനങ്ങൾ ചോദിക്കാറുണ്ട്. തക്കാളിയിൽ ഒരുപാട് ശക്തിയൊന്നും പ്രയോഗിക്കലുണ്ട്, തക്കാളി പൊട്ടിപ്പോ. അപ്പം ശക്തി, അതേപോലെ തന്നെ അതേപോലത്തെ ഒരു വാക്ക് പറ, മുക്തി. ഇതാരാണ് തക്കാളിയെ പൊട്ടിക്കുന്നത്? മനുപ്രഭ, അനഘ. ഓക്കെ, അനഘ തക്കാളിയാണ്. അക്ഷയ തക്കാളിയാണ്. മനുലക്ഷ്മി, അതേപോലെ വെള്ളായണി, അതേപോലെ വിജയ്. ഇത്രയും തക്കാളിയാണ്. ശക്തി, മുക്തി, മനുപ്രഭ, അനഘ, അക്ഷയ, മനുലക്ഷ്മി, വെള്ളയാണി, വിജയ്. ഇത്രയും എന്താണ്? നല്ല ഇനം തക്കാളികളാണ്. തക്കാളികളുടെ എല്ലാം പേര് വ്യക്തമായിട്ട് പഠിക്കണം. അതേപോലെ നമുക്ക് പടവലം ചോദിക്കാറുണ്ട്. പടവലം, എള്ള് ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഈ പടവലം പറയുന്നതിന് മുമ്പേ പപ്പായ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സൂപ്പർ ആയിട്ടുള്ള പപ്പായകൾ ഞാൻ പറഞ്ഞു തരാം. പഞ്ചാബ് ജെയിന്റ്. എന്താണ്? പഞ്ചാബ് ജെയിന്റ്. അതേപോലെ തന്നെ ഹണി ഡ്യൂ, ഹണി റോസ് അല്ല, ഹണി ഡ്യൂ. അതേപോലെ റാഞ്ചി, അതുപോലെ തന്നെ റെഡ് ലേഡി വാഷിംഗ്ടൺ. ഇതെല്ലാം പപ്പായയുടെ ഏറ്റവും നല്ല സങ്കര ഇനങ്ങളാണ്. നെല്ലിൻ്റെത് പഠിച്ചു, തക്കാളിയുടേത് പഠിച്ചു, പപ്പായയുടേത് പഠിച്ചു, വെണ്ടയുടേതും പഠിച്ചു. ഇനി ഇത് മറന്നു പോകരുത്. ഇത് നല്ല ഗംഭീരമായിട്ട് പഠിക്കണം, പഠിക്കാതിരുന്നാൽ പറ്റത്തില്ല. അതേപോലെ ഇനി നമുക്ക് കരിമ്പ് പറയാനുണ്ട്. കരിമ്പ് പറയുന്നതിന് മുമ്പ് നമുക്ക് എള്ള് പറയാം. എള്ള് എപ്പോഴും ചോദിക്കണ ഒരു ഐറ്റം എന്ന് പറയുന്നത് തിലോത്തമ, അതേപോലെ തന്നെ സോമ, അതേപോലെ തന്നെ സൂര്യ. വിജയ് ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ? വിജയ് ആരാണ്? നിങ്ങൾ പറഞ്ഞേ. വിജയ് ആരാണെന്ന് പെട്ടെന്ന് പറ. നമ്മളിപ്പം ക്ലാസ്സിനകത്ത് പരിചയപ്പെട്ടതേ ഉള്ളൂ. വിജയ് ആരാണ്? ഓക്കെ, വിജയ് ആരാണെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഇനി പറയാൻ പോകുന്നത് വിജയ് തക്കാളിയല്ലേ? തക്കാളിയാണ്. എന്നാൽ വിജയ്ക്ക് പകരം ആരുണ്ട്? സൂര്യ ഉണ്ട്. എള്ളാണ് കേട്ടോ. സൂര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എള്ളാണ്. എന്നാൽ കായംകുളം 1 എള്ളാണ്. കായംകുളം 1 എന്ന് പറയുന്നത് എള്ളാണ്. തിലതാര എള്ളാണ്. സോമ എള്ളാണ്. തിലോത്തമ എള്ളാണ്. എള്ളിന്റെ ഇനങ്ങൾ ഇതൊക്കെ ഇവിടെ കഴിയുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് എന്ത് പറയണം? പടവലം പറയണം അല്ലെ? പടവലത്തിൽ വരുന്നത് ഹരിതശ്രീ. എന്താണ്? ഹരിതശ്രീ പടവലത്തിലാണ് വരുന്നത്. ബേബി, മനുശ്രീ, കൗമുദി. ഓക്കെ, കൗമുദി. ഇതെല്ലാം ഏതിൽ വരും? അതുപോലെ തന്നെ TA19 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. TA19 ഇതെല്ലാം അതിൽ വരുന്നതാണ്. കരിമ്പിനകത്ത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കരിമ്പിനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മധുരവുമായി ബന്ധപ്പെട്ട് മാധുരി, അതേപോലെ തന്നെ തിരുമധുരം, മധുരിമ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. മാധുരി, തിരുമധുരം, മധുരിമ, മധുമതി എല്ലാം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കരിമ്പിൽ നിന്നുള്ള ഉത്തരങ്ങൾ കിട്ടും. അപ്പോ തക്കാളിയിൽ ശക്തിയും മുക്തിയും മനുപ്രഭയും അനഘയും അക്ഷയും മനുലക്ഷ്മിയും വെള്ളയാണിയും വിജയും ഒക്കെ എവിടെയാണുള്ളത്? തക്കാളിയിലാണ്. കരിമ്പിലോ മാധുരി, തിരുമധുരം, മധുരിമ, മധുമതി. എള്ളില് തിലോത്തമ ആരാണ്? തിലോത്തമ എള്ളാണ്. സോമ ആരാണ്? എള്ളാണ്. കായംകുളം 1 തിലധാര. ഇതെല്ലാം ആരാണ്? ഇതെല്ലാം ആരാണ്? കരിമ്പ് എള്ള് ഇനങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്.
നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏഴാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? അപ്പം ചുവപ്പ് നിറം നൽകുന്നത് കരോട്ടിനുണ്ട്, ക്ലോറോഫിലുണ്ട്, ആന്തോസയാനിൻ, സാന്തോഫിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം ചുവപ്പ് നിറമാണോ? അത് ആന്തോസയാനിൻ. ഇതൊരു വർണ്ണകമാണ്, പിഗ്മെന്റ് ആണ്. ഇതിന്റെ പ്രസൻസ് ആണ് ഈ ഇലകൾക്ക് എന്ത് നിറം കൊടുക്കുന്നത്? ചുവപ്പ് നിറം കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ഇതിന്റെ ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ എന്താണ് എന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കാം. പൂക്കളായിക്കോട്ടെ, പൂക്കൾ ആയിക്കോട്ടെ, അതേപോലെ ഇലകളായിക്കോട്ടെ, ഇങ്ങനെ പൂക്കള്, ഇലകള്, ഇതിന്റെ എല്ലാം പർപ്പിള് നിറം. എന്ത് നിറമാണ്? പർപ്പിള് നിറം, പർപ്പിൾ നിറം, അതേപോലെ നീല നിറം, ഇതെല്ലാം കൊടുക്കുന്നത് ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആന്തോസയാനിൻ ഒരു വർണ്ണകമാണ്, പിഗ്മെന്റ് ആണ്. ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ പർപ്പിളും നീല നിറവും കൊടുക്കും. എന്നാൽ സാന്തോഫിൽ എന്ന് പറയുന്ന ഈ സാധനം കൊടുക്കുന്നത് മഞ്ഞ നിറമാണ്, മഞ്ഞ നിറം കൊടുക്കും. കരോട്ടിൻ കൊടുക്കുന്നത് ഓറഞ്ച് നിറമാണ്. നിറങ്ങളെല്ലാം പഠിച്ചോണം, ഓറഞ്ച് നിറമാണ്. എന്നാൽ കേൾക്കണേ, ഈ ക്യാരറ്റിനകത്ത് ഏത് പിഗ്മെന്റ് ആണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ക്യാരറ്റിനകത്ത് കരോട്ടീനാണ്. ഓക്കെ, ഓറഞ്ച് നിറം കരോട്ടീനാണ് ക്യാരറ്റിലുള്ളത്. ബീറ്റ്റൂട്ടിൽ എന്താണെന്ന് ചോദിക്കും. ബീറ്റ്റൂട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ പറയണം ബീറ്റാസയാനിൻ ആണ് ബീറ്റ്റൂട്ടിലുള്ളത്. തക്കാളിയിൽ എന്താണ്, ഏത് പിഗ്മെന്റ് ആണുള്ളത്, ഏത് വർണ്ണകമുണ്ടെന്ന് ചോദിച്ചാൽ പറയണം ലൈക്കോപ്പീൻ ആണ്. എന്താണ്? ലൈക്കോപ്പീൻ. ഇതൊക്കെ കുറേ പരീക്ഷകളിൽ ചോദിച്ചതാ, ഇതെല്ലാം പ്രീവിയസ് ആണ്. കുങ്കുമത്തിന്റെ നിറത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയണം ബിക്സിൻ ആണ്, ബിക്സിൻ. കുങ്കുമത്തിന്റെ നിറത്തിന് കാരണം ബിക്സിൻ. ചുവന്ന ആൽഗകളുടെ ആ ഒരു നിറത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പറയണം ഫ്യൂക്കോസാന്തിൻ. എന്താണ്? ഫ്യൂക്കോസാന്തിൻ. നീല ഹരിത ആൽഗി. എന്താണ്? നീല ഹരിത ആൽഗയുടെ നിറത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയണം ഫൈക്കോസയാനിൻ. ഫൈക്കോ കാറ്റഗറിയിൽ പറഞ്ഞത് കൊണ്ടാണ് ഫൈക്കോസയാനിൻ എന്ന് ഉത്തരം പറയണത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഈ ഒരു ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനിൽ പറയാനുള്ളത്. വളരെ വ്യക്തമായി ആ ചോദ്യത്തെ പഠിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബഗുകൾ എന്നാണ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആനന്ദ് മോഹൻ ചക്രവർത്തി. 1971 ഈ കണ്ടുപിടുത്തം. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള, എണ്ണ കുടിക്കാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന് പറയുന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. ഏത് വർഷം? 1971 ഈ പ്രസ്തുത കണ്ടുപിടുത്തം നടത്തുന്നത്, ഈ ഒരു സാധനത്തെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 9ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI. എന്താണ്? CPCRI എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു ഗംഭീരമായ വിശദീകരണം വേണ്ട ഒരു ടോപ്പിക്കാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം 10ൽ കൂടുതൽ റീസെന്റ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം. അതായത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഉത്തരം. കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് കാസർഗോഡാണ്. ഇനി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കേണ്ടതുണ്ട്. എക്സ്പ്ലനേഷനിലോട്ട് വരാം. ഇനി ഇതിന്റെയൊക്കെ ആസ്ഥാനങ്ങൾ വ്യക്തമായി നമ്മൾ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ പറയുന്നത്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം. വ്യക്തമായിട്ട് പഠിക്കണം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളമാണ്. കേന്ദ്ര കയറാണെങ്കിൽ കലവൂറാണ്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂര്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം. കേരള കയർ ബോർഡ് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ. കേരള കയർ ബോർഡ് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ. അതേപോലെ ഈ കലവൂര് ഉത്തരം വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഡ്രഗ്സ് ആൻഡ്
ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആസ്ഥാനം ചോദിച്ചാലും അത് കലവൂരാണെന്ന് പറയണം. ഓക്കെ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ആലപ്പുഴയാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയാണ്. കേരള സ്പിന്നേഴ്സ് നെയ്യുക അതെവിടെയാണ്? അതും അവിടെ തന്നെയാണ്. കേരള സ്പിന്നേഴ്സ് കോമളപുരമാണ് കേട്ടോ. കോമളപുരം. അതേപോലെ തന്നെ KPAC ലളിത നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. KPAC അതെവിടെയാന്ന് ചോദിച്ചാൽ കായംകുളമാണ്. കായംകുളം ആലപ്പുഴയാണ് കേട്ടോ. കായംകുളം. അപ്പൊ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം. എന്നാൽ കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂര്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലും കലവൂരാണ്. അതേപോലെ കേരള കയർ ബോർഡ് ആലപ്പുഴയാണ്. അതേപോലെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയാണ്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചാൽ അതും ആലപ്പുഴയാണ്. ഇത്രയും ചോദ്യങ്ങൾ വളരെ ഗംഭീരമായി നമുക്ക് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 10ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അതായത് സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984 അപ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. സൈലന്റ് വാലി എവിടെയാണ്? സൈലന്റ് വാലി എന്ന് പറയുന്നത് പാലക്കാടാണുള്ളത്. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാടാണ്. ഇനി നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. എക്സ്പ്ലനേഷൻ കേൾക്കാം. സൈലന്റ് വാലിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൈലന്റ് വാലി 1985 അതായത് സെപ്റ്റംബർ മാസം, കറക്റ്റായിട്ട് പറഞ്ഞാൽ സെപ്റ്റംബർ മാസം 7-ാം തീയതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ രാജീവ് ഗാന്ധിയാണ്. 1985 സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ നിത്യഹരിതവനം എന്നാണ് അറിയപ്പെടുക. കേരളത്തിലെ നിത്യഹരിതവനം എന്ന് അറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം എന്നാണ് അറിയപ്പെടുക. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നു. പാലക്കാട് ജില്ലയിലാണ് ഉള്ളത്. സൈലന്റ് വാലിയെ ബഫർ സോണിൽ ഉൾപ്പെടുത്തിയ വർഷം ആവർത്തന ചോദ്യമാണ് 2007. ഈ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങുകൾ, സിംഹവാലൻ കുരങ്ങുകൾ അതവിടെയുണ്ട്. ഇവരുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മക്കാക്ക സിലനസ് എന്നാണ്. മക്കാക്ക സിലനസ്. ഒന്നുകൂടെ കേൾക്കണം. സൈലന്റ് വാലിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുണ്ട്. അവരുടെ ശാസ്ത്രീയ നാമം മക്കാക സിലനസ് എന്നാണ്. ഓക്കെ. ഈ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവുകൾ എന്ന് പറയുന്നത് ഈ സൈലന്റ് വാലിയിലുണ്ട്. സിംഹവാലൻ കുരങ്ങും സൈലന്റ് വാലിയിലുണ്ട്. അതുകൊണ്ട് രണ്ടുപേരുടെയും ശാസ്ത്രീയ നാമം പഠിക്കണം. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം മക്കാക സിലനസ് എന്നാണ്. എന്നാൽ വെടിപ്ലാവുകളുടെ ശാസ്ത്രീയ നാമം കുല്ലിനിയ എന്നാണ്. എന്താണ്? കുല്ലിനിയ എക്സാറിലാറ്റ എന്നാണ്. ഓക്കെ. സൈലന്റ് വാലിയെ സൈലന്റ് എന്ന് പറയാൻ കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ചീവീട് ഉണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ചീവീടുകളുടെ ആബ്സെൻസ് കൊണ്ടാണ് ഇവിടെ സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണം. റോബർട്ട് റൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലി എന്ന് പാലക്കാടുള്ള 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു സൈലന്റ് വാലിക്ക് ആ പേര് നൽകുന്നത് റോബർട്ട് റൈറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ഓക്കെ. മഹാഭാരതം എടുത്ത് നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് സൈരന്ധ്രി വനം എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഈ സൈലന്റ് വാലിയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതിന്റെ പേരാണ് കുന്തിപ്പുഴ. എന്താണ്? കുന്തിപ്പുഴ. ഇനി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് തൂതപ്പുഴയാണ്. ഇത്രയും എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയല്ലേ? അപ്പോ നമ്മൾ വലിയ ഹാപ്പി അല്ലേ? അപ്പോ അമ്പാനെ ശ്രദ്ധിക്കണേ. അപ്പോ നന്നായിട്ട് പഠിച്ചു വെക്കണം.
ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അടുത്ത ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. നോക്കൂ, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ മാർഗം. നമ്മുടെ കയ്യിൽ ഒരു ഓറുണ്ട്. ഓർ എന്ന് പറഞ്ഞാൽ അയിരുണ്ട്. ഇതിനകത്ത് 2 സാധനങ്ങളാ ഉള്ളത്. ഒന്ന് ലോഹം, 2 അപദ്രവ്യം. അപദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പ്യൂരിറ്റി. ഇതിലെ മെറ്റൽ നമുക്ക് എടുക്കണം, അപദ്രവ്യത്തെ കളയണം. ഇതിനകത്തിരിക്കുന്ന മെറ്റൽ, ഞാൻ അയിരുന്ന ഈ മെറ്റലിനെ പറയാം. ഇതില് അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണ് എങ്കിൽ ഏത് ഉപയോഗിക്കും? അത് ജലപ്രവാഹത്തിൽ കഴുകും, അതായത് വെള്ളം കൊണ്ട് കഴുകും. സാധാരണ ഒരു അയിരിൽ നിന്നും നമുക്ക് എക്സ്പ്ലനേഷൻ കേൾക്കണ്ടേ? എക്സ്പ്ലനേഷൻ കേൾക്കാം. എക്സ്പ്ലനേഷൻ കേട്ടിട്ട് വരാം. ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അയിര്, ഈ അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ 3 സ്റ്റെപ്പുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഒന്ന്, അയിരുകളുടെ സാന്ദ്രണം. ഓക്കെ. 2 എന്ന് പറയുന്നത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ. ഓക്കെ, വേർതിരിക്കൽ. 3ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലോഹ ശുദ്ധീകരണം. ഇങ്ങനെ 3 മെത്തേഡുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കും. ഈ സാന്ദ്രണത്തിൽ തന്നെ 4 രീതികളുണ്ട്. ഒന്ന്, ജലപ്രവാഹത്തിൽ കഴുകുക. 2, പ്ലവന പ്രക്രിയ. 3, കാന്തിക വിഭജനം. 4, ലീച്ചിങ്. ഇത് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഈ 1ാമത്തെ മെത്തേഡിലൂടെ, അയിരുകളുടെ സാന്ദ്രണത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്, ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ധാതു, ആ ഒരു അയിരിനകത്ത് ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന മാലിന്യത്തെ മാറ്റണം. ഈ മാലിന്യത്തിന് സാന്ദ്രത കുറവാണെന്ന് വിചാരിച്ചോ, വെള്ളത്തിൽ കഴുകിയാൽ മതി. നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ കഴുകുന്ന എന്തിനാ? അതിൽ പൊങ്ങിക്കിടക്കുന്ന പൊടിയുണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാ. അപ്പോ മാലിന്യങ്ങൾക്ക് സാന്ദ്രത അയിരിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു ജലപ്രവാഹത്തിൽ കഴുകുന്ന രീതി എടുക്കുന്നതാണ് ഏറ്റവും ഗുണകരം, ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണ് അതിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് അടുത്ത 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ 12ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ്? ഓക്കെ, അങ്ങനെയാണ് ചോദ്യം. റെയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ നമുക്കറിയാം. നമ്മൾ റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ്. പീരിയോഡിക് ടേബിളില് ഏറ്റവും താഴെയായി, ഇത് പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ ഗ്രൂപ്പ്, 2ാമത്തെ ഗ്രൂപ്പ്, ഇങ്ങനെ നമുക്ക് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. 1, 2, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ. ഇവിടെ 13ാമത്തെ ഗ്രൂപ്പ്, 14ാമത്തെ ഗ്രൂപ്പ്, 15ാമത്തെ ഗ്രൂപ്പ്, 16, 17, 18ാമത്തെ ഗ്രൂപ്പ്. ഈ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെയായി ഇവിടെ ഒരു വരി, വീണ്ടും ഒരു വരി താഴെയായിട്ട് ഇങ്ങനെ 2 വരികളിലായിട്ട് മൂലകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണപ്പെടുന്ന എലമെന്റുകളെയാണ് നമ്മൾ ലാന്തനോയിഡുകൾ എന്ന് പറയുന്നത്. ഈ ലാന്തനോയിഡുകളുടെ മറ്റൊരു പേരാണ് റെയർ എർത്ത്സ് എന്നറിയപ്പെടും. ലാന്തനോയിഡുകൾ അറിയപ്പെടുന്ന പേരാണ് റെയർ എർത്ത്സ്. ഇത് ഒരു ആവർത്തന ചോദ്യമാണ്. ഇതിനകത്ത് വേറെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്യാത്തത്. റെയർ എർത്ത്സ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ്. അതായത് പീരിയോഡിക് ടേബിളിലെ 57ാമത്തെ എലമെന്റ് ആണ് ലന്താനം. ഈ ലന്താനം കഴിഞ്ഞു വരുന്ന, അതായത് പീരിയോഡിക് ടേബിളിലെ 57ാമത്തെ എലമെന്റ് ആയ ലന്താനം കഴിഞ്ഞു വരുന്ന 14 മൂലകങ്ങളുണ്ട്. അവരെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇത് മുതൽ ലുട്ടീറ്റിയം വരെ, അല്ലെ, ലുട്ടേഷ്യം വരെ വരുന്ന 57 കഴിഞ്ഞ് വരുന്ന എലമെന്റ് മുതൽ 57 മുതൽ ലുട്ടേഷ്യം വരെ, ലുട്ടേഷ്യം എനിക്ക് തോന്നുന്നു 71 ആണെന്ന് തോന്നുന്നു, അതുവരെ വരുന്ന 14 എലമെന്റുകളെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവരെയാണ് നമ്മൾ ലാന്തനം. ഈ ലന്താനം എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ സ്മരണയുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ലാന്തനോയിഡ് എന്ന് പേര് കൊടുക്കാൻ കാരണം എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഘനജലത്തിന്റെ സൂത്രവാക്യം എന്താണ്? ഘനജലത്തിന്റെ രാസസൂത്രം എന്താണ്? ഇതാണ് D2O. D2O എന്ന് പറയുന്നതാണ് ഘനജലത്തിന്റെ സൂത്രം എന്ന് പറയുന്നത്, സൂത്രവാക്യം എന്ന് പറയുന്നത്. ഘനജലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സാധാരണയായി സാധാരണ വെള്ളം എന്ന് പറയുന്നത് H2O എന്ന് നമ്മൾ എഴുതും. ഈ H2O എന്ന് എഴുതുമ്പോൾ അതിനകത്തിരിക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രോട്ടിയം എന്ന് പറയുന്ന ഒരു ഹൈഡ്രജൻ ആണ്.
ഹൈഡ്രജന് വേറെയും രണ്ട് രൂപങ്ങളുണ്ട്. ഡ്യൂറ്റീരിയം എന്ന് പറയുന്ന ഒരു രൂപമുണ്ട്, അതേപോലെ തന്നെ ട്രിഷ്യം എന്ന് പറയുന്ന വേറൊരു രൂപവുമുണ്ട്. ഇതിൽ ഡ്യൂറ്റീരിയം അടങ്ങുന്ന വെള്ളത്തെയാണ് നമ്മൾ ഘനജലം എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ 1/6000, അതായത് 6000 പ്രകൃതിയിൽ നിന്നുള്ള വെള്ളം എടുത്താൽ അതിൽ ഒരു കണിക എന്ന് പറയുന്നത് D2O രൂപത്തിലുള്ളതും ബാക്കി 5999 കണിക H2O പ്രോട്ടിയം എന്ന് പറയുന്ന ഹൈഡ്രജൻ അടങ്ങുന്ന വെള്ളവുമായിരിക്കും. ഒന്നുകൂടെ പറയാം, നമ്മളിപ്പോൾ 6000 തുള്ളി പ്രകൃതിയിൽ നിന്നുള്ള വെള്ളം എടുത്താൽ അതിൽ 5999 തുള്ളിയും വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രോട്ടിയം ആയിരിക്കും. എന്നാൽ ഒരു തുള്ളിയിൽ അടങ്ങിയിരിക്കുന്നത് ഡ്യൂറ്റീരിയം ആയിരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഘനജലം എന്ന് പറയുന്ന സാധനത്തിനൊരു ഉപയോഗമുണ്ട്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കും. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കും. അതേപോലെ തന്നെ ഡ്യൂറ്റീരിയത്തിന്റെ ഐസോടോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഘനജലം ഉപയോഗിക്കും. ഡ്യൂറ്റീരിയത്തിന്റെ ഐസോടോപ്പ് ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. അതേപോലെ തന്നെ ട്രേസർ ആയിട്ട് ഉപയോഗിക്കും. രാസപ്രവർത്തനങ്ങളിൽ ട്രേസർ ആയിട്ട് നമ്മൾ ഡ്യൂറ്റീരിയത്തെ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എന്താണെന്ന്. ഓക്കെ, ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ഔഷധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു? അനാൽജസിക്, ആന്റിബയോട്ടിക്, ആന്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റന്റ്. അതായത് ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതിനെ ഈ ഒരു ചോദ്യത്തെ പരിചയപ്പെടുത്തുന്നത് ആന്റിബയോട്ടിക് എന്നാണ്. പക്ഷേ എന്തുകൊണ്ടോ PSC ചോദ്യം ക്യാൻസൽ ചെയ്തു. എന്തായാലും ആന്റിബയോട്ടിക് എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. ക്യാൻസൽ ചെയ്തതിന്റെ കാരണം എന്തോ ആയിക്കോട്ടെ. ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവിയുടെ വളർച്ച ഇല്ലാതാക്കുകയും അതേപോലെ അവയെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പദാർത്ഥങ്ങളെയോ സംയുക്തങ്ങളെയോ ഒക്കെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് ഈ സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, അതേപോലെ പൂപ്പല്, പ്രോട്ടോസോവ ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ചെറുക്കാൻ കഴിയുന്നവരാണ് ഈ ആന്റിബയോട്ടിക് വിഭാഗത്തിലുള്ളവർ. 1942 സെൽമാൻ വാക്സ്മാൻ ആണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് നിർദ്ദേശിക്കുന്നത്. ആളുടെ പേരെന്താണ്? സൽമാൻ എന്നല്ല, സെൽമാൻ വാക്സ്മാൻ എന്ന് പറയുന്ന ആളാണ് 1942 ആന്റിബയോട്ടിക്കുകൾക്ക് ആ പേര് നിർദ്ദേശിക്കുന്നത്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആള് ആദ്യമായി ആന്റിബയോട്ടിക് കണ്ടെത്തിയത്. പെൻസിലിനം നൊട്ടാറ്റം എന്ന് പറയുന്ന ഒരു ജീവവർഗത്തിൽ നിന്നാണ് ആദ്യമായി പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കിനെ 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിക്കുന്നത്. ഈ ആന്റിബയോട്ടിക് എന്ന പേര് കൊടുക്കപ്പെടുന്നത് സെൽമാൻ വാക്സ്മാൻ 1942 എന്നതും കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 15ാമത്തെ ചോദ്യമാണ്. 15ാമത്തെ ചോദ്യം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയെ വിളിക്കപ്പെടുന്ന പേരെന്താണ്? താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേത് ഈ പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം കൊണ്ട് താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം സംവഹനം. അതായത് താപം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഇവിടെ നിന്നും ഇവിടേക്ക് പ്രവഹിക്കുന്നതിനെയാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ താപപ്രേഷണം എന്ന് അറിയപ്പെടുന്നത്. താപപ്രേഷണം നടക്കുന്ന പ്രധാനപ്പെട്ട രീതികളാണ്: 1 ചാലനം, 2 സംവഹനം, 3 വികിരണം. അതായത് തന്മാത്രകൾ സഞ്ചരിക്കാതെ അവയുടെ കമ്പനം കൊണ്ട്, തന്മാത്രകൾ സഞ്ചരിക്കുന്നില്ല, തന്മാത്രകളുടെ കമ്പനം കൊണ്ടാണ് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതെങ്കിൽ
താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കാരണം തന്മാത്രകളുടെ കമ്പനമാണ്. ഖരവസ്തുക്കളിലൊക്കെ അങ്ങനെയാണ് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതെങ്കിൽ അതാണ് സംവഹനം എന്ന് അറിയപ്പെടുന്നത്. ചാലനം എന്നറിയപ്പെടുന്നത്, കണ്ടക്ഷൻ എന്നറിയപ്പെടുന്നത്. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? സംവഹനം തന്മാത്രകളുടെ സ്ഥാനമാറ്റം കൊണ്ടാണ് താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നതെങ്കിൽ അതാണ് സംവഹനം എന്ന് അറിയപ്പെടുന്നത്. സംവഹനം തന്മാത്രകളുടെ സ്ഥാനമാറ്റം കൊണ്ടാണെങ്കിൽ സംവഹനം. ഈ ചാലനം നടക്കുന്നത് സാധാരണ ഈ കണ്ടക്ടറുകളിലാണ്, ചാലകങ്ങളിലാണ്. അലുമിനിയം, കോപ്പർ, ഇതിനകത്തൊക്കെ തന്മാത്രകൾ സഞ്ചരിക്കേണ്ട കാര്യമില്ല. തന്മാത്രകളുടെ കമ്പനം കൊണ്ടാണെങ്കിൽ അതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുക. സംവഹനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൺവെക്ഷൻ എന്ന് പറയുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം കൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താപം പോകുന്നതെങ്കിൽ അതാണ് സംവഹനം. വികിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വികിരണം ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ, ഒരു മാധ്യമവും വേണ്ട, ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. പറഞ്ഞ മനസ്സിലായോ? ഇനി നമ്മളിപ്പോ ഉദാഹരണത്തിന് തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണമാണ്. അപ്പം ഇത് 3 രീതികളിലൂടെയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 16ാമത്തെ ചോദ്യം, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന 16ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായി പാരമ്പര്യ ഊർജ സ്രോതസ് എന്താണെന്ന് പറയാം. ഇപ്പം പെട്രോള്, മണ്ണെണ്ണ, ഡീസല്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. തീർന്നു പോകും. എന്നാൽ തീർന്നു പോകൂല കാറ്റ്, തിരമാല, സൗരോർജം ഒരിക്കലും തീർന്നു പോകത്തില്ല. തീർന്നു പോകാത്തവരുമുണ്ട്, തീർന്നു പോകുന്നവരുമുണ്ട്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ ഉറവിടങ്ങളാണ്: 1 സൗരോർജം, 2 കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, 3 തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി, പിന്നെ ഗെയ്സറുകൾ. ഗെയ്സറുകൾ, അതുപോലെ തന്നെ ബയോഗ്യാസ്. ഇതൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി, അതുപോലെ ഗെയ്സറുകൾ, ബയോഗ്യാസ് ഇതെല്ലാം. എന്നാൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം തമിഴ്നാടുണ്ട്, അതേപോലെ ആന്ധ്രയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, കർണാടകയുണ്ട്, ഗുജറാത്ത്, അതേപോലെ കേരളമുണ്ട്, അതേപോലെ മഹാരാഷ്ട്രയുണ്ട്. ഇതെല്ലാം കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളാണ്. എന്നാൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് തമിഴ്നാടാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി കാറ്റാടിപ്പാടങ്ങൾ കൊണ്ടുവരുന്നത് ആദ്യമായി കാറ്റാടിപ്പാടങ്ങൾ വരുന്നത് 1986-ലാണ്. ആദ്യമായി കാറ്റാടിപ്പാടങ്ങൾ ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാറ്റാടി പാടങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ മുപ്പന്തൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അതേപോലെ സത്താറ മഹാരാഷ്ട്രയില് വാങ്കുസാവാദെ, വാങ്കു സവാദെ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ സാമന അത് ഗുജറാത്തിലാണ്, രാജ്കോട്ടിലാണ്. രാജസ്ഥാനിലുണ്ട് കേട്ടോ, ജയ്സാൽമീർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. ഓക്കെ, പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ ഊർജങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത്. ഭൂമിക്ക് അടിയിൽ ഭയങ്കര ചൂടുള്ള ഉറവകളുണ്ട്. അവിടെ നിന്നും വൈദ്യുതി അവിടെ നിന്ന് വരുന്ന ഊർജത്തെ വിളിക്കുന്ന പേരാണ് ജിയോ തെർമൽ എനർജി. ഭയങ്കര ചൂടായിരിക്കും. നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള ചൂട് നീരുറവകളിൽ നിന്ന് വരുന്നതാണ് ജിയോ തെർമൽ. അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയണം തത്തപ്പാനി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് തത്തപ്പാനി ഉള്ളത്. അതേപോലെ ജിയോ തെർമൽ ഉള്ളത് തത്തപ്പാനി എവിടെയാണ്?
ഛത്തീസ്ഗഡിലാണ്. ഗുജറാത്തിൽ ഒരെണ്ണമുണ്ട്, അതിന്റെ പേരാണ് കാംബെ. ഗുജറാത്തില് ജിയോ തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്, കാംബെയാണ്. അതുപോലെ തന്നെ ലഡാക്കിലുണ്ട് പൂഗാവാലി. പൂഗാവാലി പൂഗാവാലി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലാണ്. അപ്പൊ ജിയോ തെർമൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ താഴെ നിന്നും ചൂട് ഉറവകളിൽ നിന്നും പൊട്ടി വരുന്ന ഊർജ്ജ രൂപമാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. അത് തത്തപ്പാനിയിലുണ്ട്, ഛത്തീസ്ഗഡിലാണ്. കാംബെ ഗുജറാത്തിലുണ്ട്, അതേപോലെ പൂഗാവാലിയിലുണ്ട്, അത് ലഡാക്കിലാണ്. അപ്പോൾ ഇത്രയും കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടിപ്പാടങ്ങൾ ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് 1986-ലാണ്. ഇനി ബയോഗ്യാസ് എന്ന് പറയുന്നതും ഈ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽ ബയോഗ്യാസ് ഉൾപ്പെടും. ഈ ബയോഗ്യാസിന്റെ ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നത് പഞ്ചാബാണ്. പഞ്ചാബ്, അതേപോലെ തന്നെ ഉത്തർപ്രദേശ്, ഇവർ രണ്ടുപേരും ബയോഗ്യാസിന്റെ ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. ഓക്കെ, തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഒന്ന് സുന്ദർബൻസിലാണ്, തിരമാലയിൽ നിന്ന് സുന്ദർബൻസ്. പിന്നെ വിഴിഞ്ഞം പദ്ധതി ഇപ്പോൾ അത്രയും സജീവമൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഗൾഫ് ഓഫ് കച്ച്, ഓക്കെ, ഗൾഫ് ഓഫ് കച്ച്, അതേപോലെ ഗൾഫ് ഓഫ് കമ്പത്ത്, ഇവിടെയൊക്കെയാണ് ഇന്ത്യയിൽ തിരമാലയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ തിരമാലയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഉത്തരം പറയേണ്ടത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. നമുക്ക് കുറേ ജിയോ തെർമൽ പവർ പ്ലാന്റുകൾ, പവർ സ്റ്റേഷനുകൾ, പവർ പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഇതിൽ ഇന്ത്യയിൽ ആദ്യമായി കമ്മീഷൻ ചെയ്ത ജിയോ തെർമൽ പ്ലാന്റ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം മണികരൺ. ഏതാണ്? മണികരൺ. അതെവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇത്രയും എക്സ്പ്ലനേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 17ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 17ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ, ശ്രദ്ധിക്കണം, ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇത് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ഒരു കുട്ടി ക്ലാസ്സിലുണ്ടോ? ഇല്ല, മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്ന പേര് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം. അതിന്റെ പേരാണ് മംഗൾയാൻ എന്ന് പറയും. മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് മംഗൾയാൻ. ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തരം, ഗ്രഹങ്ങൾ വിട്ടുകൊണ്ടുള്ള ഗ്രഹാന്തരം, ഒരു ഗ്രഹത്തിനകത്തോട്ട്, ചന്ദ്രനിലൊക്കെ പോയിട്ടുണ്ട്, അത് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഗ്രഹത്തിന്റെ അകത്തേക്ക് പോകുന്നു, ഗ്രഹാന്തരം. ഗ്രഹത്തിനകത്തേക്ക് പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ശ്രമമാണ് മംഗൾയാൻ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യത്തെ ചൊവ്വാ ദൗത്യമാണിത്. അതാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, അത് മംഗൾയാനാണ്. 450 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കിയത്. ഇത് ആദ്യ ശ്രമത്തിൽ, ഒരു രാജ്യവും ആദ്യ ശ്രമത്തിൽ ചൊവ്വയിൽ പോയി രക്ഷപ്പെട്ടിട്ടില്ല. ചൊവ്വയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചു, ആദ്യ ശ്രമത്തിൽ തന്നെ വിജയം കൊയ്യുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ചൊവ്വ പര്യവേഷണ കേന്ദ്രം പര്യവേഷണ ദൗത്യം വിജയിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. 4ാം രാജ്യമാണ് ഇന്ത്യ, അത് മറന്നു പോകരുത്. ഇനി മംഗൾയാൻ പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ മംഗൾയാൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമമാണ് മോം. മോം എന്ന് പറഞ്ഞാൽ മാർസ് ഓർബിറ്റർ മിഷൻ. മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ് ഇതിന്റെ പേര്. ഇതെന്നാണ് നമ്മൾ വിക്ഷേപിച്ചത്? 2013 നവംബർ മാസം 5-ാം തീയതിയാണ് നമ്മളിത് വിക്ഷേപിച്ചത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അതെവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? വിക്ഷേപിക്കുന്നത്. ഈ മംഗൾയാനെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ച വാഹനത്തിന്റെ പേരെന്താണ്? PSLV. അതെപ്പോഴും പറയാറുണ്ട് അല്ലേ, C-25. PSLV C-25 എന്ന വാഹനത്തിലാണ് ഈ മംഗൾയാനെ നമ്മൾ അവിടേക്ക് എത്തിച്ചത്. ഈ മംഗൾയാന്റെ വിക്ഷേപണ സമയത്ത് അതിന് എത്ര ഭാരമുണ്ടായിരുന്നു? 1337 കിലോഗ്രാം. ഇത് 2013 നവംബർ 5 നമ്മൾ വിക്ഷേപിക്കുന്നു. ഈ വാഹനത്തിലാണ് നമ്മൾ വിക്ഷേപിച്ചത്.
ഇത് നേരെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നു. 2014 സെപ്റ്റംബർ മാസം 24 ഭ്രമണപഥത്തിലെത്തുന്നു. ഈ മംഗൾയാൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗ്രഹാന്തരമായ ആദ്യത്തെ ദൗത്യം. ആദ്യത്തെ ചൊവ്വാ ദൗത്യം വിജയിക്കുന്ന രാജ്യമാണ്, ആദ്യ ശ്രമത്തിൽ വിജയിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ചൊവ്വാ ദൗത്യം വിജയിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 450 കോടി രൂപയാണ് ചിലവാക്കിയത്. 450 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്കുള്ള യാത്രയിൽ ഇത് എത്ര ദൂരം സഞ്ചരിച്ചു? 66.6 കോടി കിലോമീറ്റർ. എൻ്റെ ദൈവമേ, ഇത്രയും കോടി കിലോമീറ്റർ ആണ് ഈ ഭൂമിയിൽ നിന്നും ചൊവ്വ വരെ മംഗൾയാൻ സഞ്ചരിച്ചത്. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള കേശവ രാജുവിന് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്തത് ഒരു നല്ല ഗംഭീരമായ ചോദ്യം, ഫിസിക്സിൽ നിന്നും ആവർത്തന ചോദ്യം തന്നെ നോക്കാം. നമുക്കൊരു ആവർത്തന ചോദ്യം ഫിസിക്സിൽ നിന്നും പഠിക്കാം. എന്താണ് ചോദ്യം? പ്രകാശം, ശ്രദ്ധിക്കണം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ അപവർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ റിഫ്രാക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? റിഫ്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടും, അപവർത്തനം എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, എന്നാൽ പഠിക്കേണ്ടത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അപവർത്തനം. ജലം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസിൽ ഇതൊരു ഗ്ലാസ് ആണ്, ഇതിൽ മുങ്ങിയിരിക്കുന്ന കമ്പ് ഒടിഞ്ഞതായി തോന്നുന്നു, ഒരു സ്കെയില് ഒടിഞ്ഞതായി തോന്നുന്നു. അതിന് കാരണം ചോദിച്ചാൽ അപവർത്തനം ആണ്. അതുപോലെ ഒരു ബക്കറ്റിൽ വെച്ചിരിക്കുന്ന ഒരു നാണയം, ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ വീണുപോയ ഒരു നാണയം വളരെ താഴത്തിലാണ്, വളരെ മുകളിലാണ്, സർഫസിലായിട്ട് നമുക്ക് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപവർത്തനം. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെള്ളത്തിൽ നിൽക്കുന്ന ഒരു അക്വേറിയത്തിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു മീന്, ഒരു മത്സ്യം, അതിന് നമ്മൾ കാണുന്ന സ്ഥാനത്തല്ല അത് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. ഇതെല്ലാം ഒരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസത്തിന്റെ പേരാണ് അപവർത്തനം എന്ന് പറയും. എന്താണ് പേര്? അപവർത്തനം എന്ന് പറയും. ശ്രദ്ധിക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 19ാമത്തെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 19. ഓക്കെ, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. അതായത് ഒരു വസ്തു അതിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയാണ് ചലിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭ്രമണം എന്ന് പറയും. എന്താണ് ഭ്രമണം? ഒരു വസ്തു അതിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയാണ് ചലിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഭ്രമണം എന്ന് പറയും. അതായത് കറങ്ങുന്ന വസ്തുവിന്റെ, ഇപ്പൊ ഇതാണ് ഒരു വസ്തുവെങ്കിൽ കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം അതിൽ ആ വസ്തുവിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെയാണ് ഭ്രമണം. ഭ്രമണത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? റൊട്ടേഷൻ. ഓക്കെ, ഈ ഒരു റൊട്ടേഷന്റെ പ്രത്യേകത, കറങ്ങുന്ന വസ്തുവിന്റെ ആക്സിസ് ആ വസ്തുവിൽ തന്നെ ഉണ്ട്. എന്നാൽ ആക്സിസ് ആ വസ്തുവിൽ ഇല്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പരിക്രമണം എന്ന് പറയും. ഓക്കെ, ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിലാണ് കറങ്ങുന്നത്, അതാണ് ഭ്രമണം. മനസ്സിലാവുന്നുണ്ടോ? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാന്, അതിന്റെ ദളങ്ങളെല്ലാം ഫാനിന്റെ വെളിയിലാണ്, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പരിക്രമണം എന്ന് പറയും. ക്ലിയർ ആണ്? പരിക്രമണം എന്ന് നമ്മൾ പറയും. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് 78 എന്നാണ്. ഒരു പെർസെൻറ്റേജ് വരാനുണ്ട്. 78.08 എന്നാണ് കൃത്യമായ ഉത്തരം. 78.08% ആണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ്. എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തന്നെ പറയാം. ഇവിടെ ഇത് കണ്ടുപിടിച്ച ആളുടെ പേര് ഡാനിയൽ റൂദർഫോർഡ് എന്നാണ്. ഡാനിയൽ റൂദർഫോർഡ് എന്ന് പറയുന്ന ആളാണ് നൈട്രജനെ കണ്ടുപിടിച്ചത്. നൈട്രജനെ പോലെ ഇതിനിവിടെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഏത് അന്തരീക്ഷത്തിൽ എന്ന് ചോദിച്ചാൽ ഓക്സിജൻ എന്ന് പറയണം. 20.95. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഇതാണ് കറക്റ്റ്. ഇതാണ് ഓക്സിജന്റെ അളവ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 0.03% ആണ്. ഹൈഡ്രജന്റെ അളവ് 0.00005% ആണ്. ഇത്രയുമാണ് ഹൈഡ്രജന്റെ അളവ്.
അത്ര കുറവാണ് അന്തരീക്ഷത്തിൽ ഹൈഡ്രജന്റെ അളവെന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഓരോ വാതകങ്ങളുടെയും അളവ് 9ാം ക്ലാസ്സിലെ അലോഹങ്ങൾ എന്ന് പറയുന്ന SCERT ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വാല്യൂസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് 78.08%, ഓക്സിജന്റെ അളവ് 20.95%, ആർഗൺ പറഞ്ഞില്ല നമ്മൾ 0.93%. ഇത്രയുമാണ് ആർഗണിന്റെ അളവ് 0.93. അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അലസവാതകം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, അത് ആർഗണാണ്. അത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. ഹൈഡ്രജന്റെ അളവ് പഠിച്ചു വെച്ചിരിക്കണം. ഇനി ഇതേപോലെ നിയോണിന്റെ ഒക്കെ അളവുണ്ട്. നിയോണിന്റെ അളവ് 0.0005 ആണ്. ഒന്ന് നോക്കുക. ഇത്രയുമാണ് അന്തരീക്ഷത്തിൽ ഈ ഒരു പെർസെൻറ്റേജ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഈ ഒരു എക്സ്പ്ലനേഷൻ മാത്രം മതിയാവും നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഖാദി ബോർഡ് പരീക്ഷയുടെ 20 ചോദ്യങ്ങൾ ഗംഭീരമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് തന്നെ നമുക്കൊരു പരിശോധന നടത്താം. അപ്പോൾ അടുത്തൊരു 20ഓ 30ഓ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇച്ചിരി ലെങ്തി ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? എന്തുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.